ഡൗറി ഡെത്ത്സ്. നമുക്ക് എപ്പോഴും സ്ത്രീധന പീഡന മരണം വാർത്തകളിൽ ന്യൂസ് പേപ്പർ എടുത്താലും TV തുറന്നാലും ഒക്കെ ഒരു ന്യൂസ് ഐറ്റമാണ്, ഒരു കോളം ന്യൂസ് ആയിട്ട് പത്രങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ ചാനലുകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഈ ഒരു വിഷയം ഇന്ന് സാറ് നമ്മുടെ ഈ ഒരു ബ്രോഷർ പ്രിപ്പയർ ചെയ്ത് സെൻഡ് ചെയ്ത് കൊടുത്ത സമയത്ത് എന്നെ പേഴ്സണലി അറിയുന്ന 1-2 സ്റ്റുഡൻസ് എന്നോട് ചോദിച്ചു, ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സ്ത്രീധന പീഡന മരണവുമായിട്ട് ബന്ധപ്പെട്ട അതാണോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? അപ്പോ എന്നോട് പറഞ്ഞു, അതിൽ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വേറൊന്നുമല്ല, രാജംപി ദേവിന്റെ മകന്റെ ഭാര്യ മരുമോള് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ ഇല്ല, ഡിഫമേഷൻ ആണ്. കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ IPC ആണ്, 3 ഇയർ കോഴ്സ് ആണ്. ഫസ്റ്റ് സെമസ്റ്ററിലേ നമുക്ക് IPC ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് ഡിഫമേറ്ററി ആണോ? പേര് പറയുന്നത് ഡിഫമേറ്ററി ആണോ? ഒരിക്കലും അല്ല. ഇതൊന്നും, കാരണം അതൊരു ന്യൂസ് ആണ്. ഒരു ന്യൂസിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പേരോ അദ്ദേഹം അക്യൂസ്ഡ് ആണ് എന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ടോപ്പിക് അത് നമുക്ക് സംസാരിച്ചു പോകാം. നമ്മുടെ ടോപ്പിക് ഡൗറി ഡെത്ത്സ്. ഇത് അണ്ടർ സെക്ഷൻ 304B IPC. ദെൻ IPC എന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് ആദ്യം ചോദിക്കും, എന്താ IPC? അപ്പൊ അവർ പറയും ഇന്ത്യൻ പീനൽ കോഡ്. അതിന്റെ ഒരു അബ്രീവിയേഷൻ അവരൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറയും. അപ്പൊ വീണ്ടും ഞാൻ ചോദിക്കും, അങ്ങനെയല്ല, ഒരു കാര്യം എന്താന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഏറ്റവും മനസ്സിലാകാൻ എളുപ്പം അതിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് പറയുന്നതാണ്. IPC ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്ട്. നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ, നമ്മൾ രസത്തോടെ നോക്കിയാൽ നമ്മളെ അതേ സ്നേഹത്തോടെ തിരിച്ചു നോക്കുന്ന ഒരു സബ്ജക്റ്റാണ് IPC എന്ന് പറയുന്നത്. ഇന്ത്യൻ പീനൽ കോഡ് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മളൊരു ഷെൽഫ് തുറന്നു കഴിഞ്ഞാൽ അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് അറിയാവുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് നിർബന്ധമുള്ളതുപോലെ, ഒരു ലെജിസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ അതായി. IPC ഫസ്റ്റ് രണ്ട് പാർട്ടുകളിലും ഒന്ന്, it explains the different crimes in India. Okay, first one. Then the same legislation, same act prescribes the punishment also. Indian Penal Code. ശിക്ഷ എന്താണെന്ന് പറയുന്ന ഒരു ലെജിസ്ലേഷൻ. ശിക്ഷ എന്താണെന്ന് പറയണമെങ്കിൽ ആദ്യം ക്രൈം എന്താണെന്ന് പറയണം, അത്രേ ഉള്ളൂ. അപ്പം then in short, the IPC deals about or explain the crimes in India and it prescribes the punishment also. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നമ്മളിങ്ങനെ തിരിച്ച് ഫസ്റ്റ് ഹാഫ് നമ്മൾക്ക് കാണാൻ പറ്റും, the general rules relating to criminal liability. Then the dash maxim which determine the criminal liability of a person, etc. Then the second half prescribes or deals the specific offenses relating to dash. For example, the offenses against state, offenses against property, offenses relating to document, offenses affecting human life, Under the chapter, please listen this slide. The first one, our topic under the chapter 16 of the Indian Penal Code, which covers the offenses affecting the human body. Then the section 304B. Under this chapter, that is the specific offense, the dowry deaths. Here dowry death, section 304B, the capital B, the capital letter always represents the amending provision. The small letter ആണ് നമ്മൾ ക്ലോസ്, അതവിടെ ഉണ്ടായിരുന്നു, പണ്ടേ ഉണ്ടായിരുന്നു. The capital letter നമ്മൾ ഒരു ലെജിസ്ലേഷൻ റീഡ് ചെയ്യുമ്പോൾ എവിടെ കണ്ടോ നമ്മൾ അസ്യൂം ചെയ്യുക that has been amended by an amendment act. ഏതെങ്കിലും ഒരു അമെൻമെന്റിൽ നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ കൂട്ടിച്ചേർത്തതാണ് ഈ ഒരു പ്രൊവിഷൻ. അതുപോലെ തന്നെയാണ് സെക്ഷൻ 304B ഇല്ലായിരുന്നു. 1860 ലോർഡ് മെക്കാളോ ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും ഈ സാധനം ഇല്ലായിരുന്നു. പിന്നെ ഇത് ഇൻസേർട്ട് ചെയ്തത് ഇൻ ദ ഇയർ 1986 ബൈ ദ ഡൗറി പ്രൊഹിബിഷൻ അമെൻമെന്റ് ആക്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് ചില ഭേദഗതികൾ, 61 ഡൗറി പ്രൊഹിബിഷൻ ആക്ടില് ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള അമെൻമെന്റ് ആണ് 1986 വന്നത്. അപ്പൊ അതിനോടൊപ്പം 2-3 സ്ഥലങ്ങളിൽ കൂട്ടിച്ചേർത്തു. ഒന്ന് ക്രിമിനൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് 3 കാര്യങ്ങളാണ്, അല്ലെ? 3 ലെജിസ്ലേഷൻ ആണ്. ഒന്ന് ഇന്ത്യൻ പീനൽ കോഡ്, സെക്കൻഡ് വൺ ദ ക്രിമിനൽ
പ്രൊസീജിയർ കോഡ്, പ്രൊസീജിയർ ലോ. ദ തേർഡ് വൺ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ 3 കാര്യങ്ങളും ഒരുമിച്ച് ചേർത്തിട്ടാണ് ദ ജുഡീഷ്യറി ഇന്റർപ്രറ്റ് ദ ലെജിസ്ലേഷൻ ആൻഡ് ടു ഡിസൈഡ് ടു പ്രൊനൗൺസ് ദെയർ ജഡ്ജ്മെന്റ്. ഈ 3 ക്രിമിനൽ ലോസ് ആണെങ്കിൽ IPC നോക്കും ഏത് ക്രൈമാണ് ചെയ്തത്, നമ്മുടെ പോലീസ് എടുക്കും. പ്രൊസീജിയർ ലോ, CR ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, ദെൻ എവിഡൻസ് ആക്ടും കൂടെ ഓക്കെ ആയ ജുഡീഷ്യറിയുടെ മുമ്പിലേക്ക് വെച്ച് തരുമ്പോഴാണ് പണിഷ്മെന്റ് കൃത്യമായിട്ട് ജുഡീഷ്യറി പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മുൻപിലുള്ള. ഇതോടൊപ്പം നമ്മളിപ്പോൾ പറഞ്ഞു സെക്ഷൻ 304B ആഡ് ചെയ്യുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഒരു പ്രൊവിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സെക്ഷൻ 113B, പ്രിസംപ്ഷൻ ആസ് ടു ഡെത്ത്സ്, ഡൗറി ഡെത്ത്സ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് അത് എന്തൊക്കെയാണെന്ന് നോക്കാം. പിന്നെ ഇവിടെ തുടക്കത്തിലെ സൂചിപ്പിച്ചു ഡൗറി ഡെത്ത്സ് എന്ന് പറയുന്നതിന്റെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് സെക്ഷൻ 498A. Section 498A, that is the cruelty by husband or the relatives of husband. നമ്മുടെ സബ്ജക്റ്റിലേക്ക് തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളോട് എനിക്ക് ഒരു കാര്യം ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ആണ്, നമ്മൾ പരീക്ഷ എഴുതണം അല്ലേ? നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആവശ്യം പരീക്ഷയ്ക്ക് പാസ്സാവണം. എന്തിനാ? നമ്മൾ വക്കീലാവണം. പക്ഷേ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായി സെമിനാർ അറ്റൻഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ വക്കീലന്മാര് റീഡ് ചെയ്യുന്നത് ബെയർ ആക്ട് ആണ് അല്ലെ? സെക്ഷൻ എന്നല്ല നമ്മൾ ശ്രദ്ധിച്ചു, കഴിഞ്ഞ ദിവസം റാൽഫ് സാറിന്റെ ശ്രദ്ധിച്ചു. ബെയർ ആക്ട് സെക്ഷൻ ഡാഷ് 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 സെക്ഷൻ, ഒരു പർട്ടിക്കുലർ ഒരു ലെജിസ്ലേഷൻ എടുക്കുന്നു, അവർ റീഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു മോഡാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഈ സമയത്ത് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ലോ, LLB എന്ന് പറയുമ്പം ലോ ആണ്. ലോ എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ലോ, ലോ ആക്ട് ആണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ആക്ട് എന്ന് പറയുമ്പോൾ ലെജിസ്ലേഷൻ, പഠിക്കേണ്ടത് എന്താണ്? ലെജിസ്ലേഷൻ ആണ്. പിന്നെ നമുക്ക് എപ്പോഴും നമുക്കൊരു സൗകര്യം പഠിക്കാൻ പെട്ടെന്ന് ക്യാപ്സ്യൂൾ പോലെ നമുക്ക് നോട്ട്സ് ഒക്കെ കിട്ടും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ആവശ്യം എന്താണ്? പാസ്സാവണം അല്ലേ? നമ്മൾ സപ്പ് എഴുതും, തോറ്റുപോകും, നമ്മൾ പൊട്ടിപ്പോയി എന്ന് പറയും. നമ്മൾ തോറ്റു എന്ന് പറയാറില്ല, പോയി അല്ലേ? പേപ്പർ പോയി, പിന്നെ കിട്ടി, പേപ്പർ കിട്ടി. അപ്പൊ നമ്മൾ പോയി എന്ന് പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ കൈ കിട്ടുന്ന എന്താണോ എടുത്ത് പഠിച്ചു. പക്ഷേ അതിനു മുൻപ് നിങ്ങൾ സാധാരണ, ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അപ്പം നമ്മൾ സാധാരണ ഫസ്റ്റ് സെമസ്റ്ററിലെ ക്ലാസ്സിൽ കുട്ടികൾ വരുമ്പം നമ്മൾ പറയും, ഞാൻ പറഞ്ഞല്ലോ IPC നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ തന്നെയാണല്ലോ ഉള്ളത്. അപ്പോൾ ബെയർ ആക്ട് വാങ്ങണം, നമ്മൾക്ക് നിർബന്ധമാണ് എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും IPC ആണെങ്കിലും ബെയർ ആക്ട് നമുക്ക് കമ്പൽസറി ആണ്. അപ്പം ആദ്യമായിട്ടാണ് ലോ, അപ്പൊ അവർ ചോദിക്കും ഏതാണ് ഓതർ, ഏതാണ് അല്ലേ? നമ്മുടെ സംശയം നമുക്ക് ആരായി പുസ്തകം എഴുതിയേ എന്ന് ചോദിക്കില്ലേ നമ്മള്? അപ്പൊ അതുപോലെ സ്വാഭാവികമായിട്ട് സ്റ്റുഡൻസ് ചോദിക്കും. അവർ ചോദിക്കുന്ന ആദ്യ ചോദ്യം, എല്ലാവരും നല്ല കുറച്ച് പേരെങ്കിലും. അപ്പൊ ആദ്യം ഈ ചോദ്യം നമ്മള് LLB ഒക്കെ പാസ്സായി വക്കീലിന്റെ ഓഫീസിൽ ചെന്നിട്ടാ ചോദിക്കുന്നതെങ്കിലോ, സാറ് സീനിയർ അഡ്വക്കേറ്റ് നമ്മളോട് പറയുന്ന സമയത്ത് ഇത് ആരെ എഴുതിയെന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്തോ അത്രത്തോളം നമ്മൾ ചെറുതൊന്നും അല്ല. ലാസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് മൂഡ് കോർട്ട് കോമ്പറ്റീഷനൊക്കെ ഉള്ളപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം റെഫർ ചെയ്യും. പക്ഷെ എങ്കിലും ഇത് ആരാണ് ഓതർന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നമ്മൾ മാറാതിരിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സ്റ്റൈല് ഇതാണ് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ്. ഞാനിത് പഠിപ്പിച്ചൊക്കെ ഇങ്ങനെ ആയിപ്പോയതൊക്കെ ഉള്ളൂ നിങ്ങൾക്ക്. പക്ഷെ ഇതിങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ആയിട്ടൊന്നും വേണ്ടെങ്കിൽ പോലും അതൊരു ബുക്കാണ്, അതൊരു കോഡിഫൈഡ് ചെയ്ത് ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെയാണ്. നമ്മളുടെ നെറ്റിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഈ ബെയർ ആക്ട്. അപ്പോൾ ബെയർ ആക്ട് വെച്ച് തന്നെ നമ്മൾ പഠിക്കുക, ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് വൺ, നമ്മുടെ ആൻസർ ഷീറ്റിൽ ഈ ബെയർ ആക്ട് ഇതുപോലെ എഴുതി വെച്ചാൽ മതിയോ? പോരാ. അതിന്റെ കൂടെ LLB നമ്മൾ 2-3 ആളുകളെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ട്രസ്റ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒന്ന് വാട്ട് ദ ലെജിസ്ലേഷൻ സേസ് അബൌട്ട് ദ ഡാഷ് പർട്ടിക്കുലർ സബ്ജക്ട്. And the second one, what the judiciary interpret that particular legislation or that particular provisions. എന്താണ് കോടതി നമ്മളോട് പറഞ്ഞത്? That is the case laws. ഈ 2 കണ്ടന്റ്സ്, ഇത് 2 കാര്യങ്ങൾ നമ്മുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ,
ഇനി ജൂൺ 5th നമുക്ക് ജൂൺ 5th ഒരു ഇമ്പോർട്ടൻസ് എൻവിയോൺമെന്റൽ ഡേ അല്ലെ. സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലങ്ങളിലും എസ്സേ കോമ്പറ്റീഷൻസ് അല്ലെങ്കിൽ സ്പീച്ചസ് പ്രസംഗ മത്സരങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഒരു ജനറൽ ഒരു ടോപ്പിക്കാണ് അല്ലെ, പരിസ്ഥിതി സംരക്ഷണം, ദ പ്രൊട്ടക്ഷൻ ഓഫ് ദി എൻവിയോൺമെന്റ്, ദ നെസസിറ്റി ടു പ്രൊട്ടക്ട് അവർ ലാൻഡ് എന്നൊക്കെ ചോദിച്ചാൽ ഒരു ജനറൽ ടോപ്പിക്കാണ്. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ പുറത്താണ്, നമ്മൾ ഡിഗ്രി പഠിക്കുന്ന ഒരു സമയത്താണ്, കോളേജിലാണ്, ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ജനറൽ ടോപ്പിക്കിലാണെങ്കിൽ നമ്മൾ എന്തെഴുതും? നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കുറച്ച് കൊട്ടേഷൻസ് ഒക്കെ എടുക്കും. ONV കുറുപ്പ് സാർ പറഞ്ഞത്, സുഗതകുമാരി ടീച്ചർ പറഞ്ഞത്, അങ്ങനെയൊക്കെ പോയൊക്കെ വെച്ച് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സംസാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എഴുതും, നമുക്ക് പ്രൈസ് കിട്ടും. അത് തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരിക, നിങ്ങൾ LLB എത്തി, ഒരു ലോ കോളേജ് അല്ലെങ്കിൽ ലോ റിലേറ്റഡ് ഫേമാണ് നമുക്ക് ഈ ഒരു കോൺടെസ്റ്റ് നടത്തുന്നതെങ്കിൽ നമ്മുടെ ആൻസർ ഷീറ്റ് നമ്മൾ എഴുതുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നതിൽ എന്തായിരിക്കും ഒരു പ്രിസംപ്ഷനാണ്, എന്തായിരിക്കും സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്? വാട്ട് ആർ ദി legislations prescribes deals about that particular matter. ഏതൊക്കെയാണ് ഏതൊക്കെ നിയമങ്ങൾ ഈ ഒരു പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസ് ലോസ് ഏതൊക്കെയാണ്, MC മെത്ത കേസസിൽ എന്തൊക്കെ പറയുന്നു, നമ്മുടെ കോടതികൾ എങ്ങനെയൊക്കെയാണ്, അവരുടെ നിലപാട് എന്താണ്, അവരുടെ കൊടുക്കുന്ന കോമ്പൻസേഷൻ ഡാമേജസ് ഇതൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ഒരു ഔട്ട്പുട്ടായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ എസ്സേ റൈറ്റിംഗിൽ അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രേഷൻ സ്പീച്ചിലൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നെഗറ്റീവാണ്. സെയിം കാര്യങ്ങളാണ് നമ്മുടെ ആൻസർ ഷീറ്റിലും വേണ്ടത്. ഒരു ജനറൽ ഒരു ആൻസർ അല്ല നമുക്ക് ആവശ്യം, ലോ ബേസ്ഡ്, ലോ സ്റ്റുഡൻസ് ആണ്, ആ ഒരു ബോധത്തോടു കൂടി നമ്മൾ എഴുതണം. അതിൽ ലെജിസ്ലേഷൻ വേണം, ഫസ്റ്റ് കണ്ടന്റ്. സെക്കൻഡ് നമുക്ക് ആവശ്യമുള്ളത് ദ കേസ് ലോസ്, ദ ഇമ്പോർട്ടൻറ്റ് കേസ് ലോസ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്ക് തിരിച്ചെടുക്കാം. നമ്മുടെ ടോപ്പിക് സെക്ഷൻ 304B ഡൗറി ഡെത്ത്. നിങ്ങൾ നോക്കിയത് രണ്ട് കാര്യങ്ങൾക്കൊക്കെയാണ്. നമ്മൾ വെറുതെ ഒരു ബെയർ ആക്ട് പഠിക്കുന്നത് ഒരു സ്റ്റൈലോ എന്നൊന്നുമല്ല. നിങ്ങളിത് ശ്രദ്ധിച്ചേ. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്നവരാ അല്ലേ? ഹൗ ആർ യു എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എത്ര 1 2 ഹൗ ആർ യു 3 ടേം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു സെന്റൻസ് മേക്ക് ചെയ്തു. കമ്മ്യൂണിക്കേഷൻ ഓക്കെയാണ്, മീനിങ് കൺവേ ചെയ്യാനും പറ്റുന്നു. പക്ഷെ ഇത് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്ക്. വേറൊന്ന് തുടങ്ങി ഫസ്റ്റ് ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ് നോക്ക്, എത്ര ലൈൻ കഴിഞ്ഞിട്ടാണ് കോസ് ഹെർ ഡെത്ത്സ്. ഒരു അറൌണ്ട് ഒരു 70-75 വേർഡ്സ് ആണ്. എന്ത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്? വാട്ട് ഈസ് ഡൗറി ഡെത്ത്സ് or what are the ingredients which constitute the offense of dowry death. പക്ഷേ ഇതിങ്ങനെ ഒറ്റത് കാണുമ്പോൾ, ഇപ്പൊ ഇത് വലുതായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വായിക്കാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളല്ലാതെ ഈ ഒരു സാധനം എടുത്തു, നല്ല മോഡറൊക്കെ അല്ലേ, നമ്മൾ ക്ഷീണിച്ചു പോയി സാറ് വായിക്കുന്ന കേട്ട് അല്ലെ. കാരണം ഒരു വേർഡ് തുടങ്ങിയാൽ കോമ, സെമി കോളൻ, അപ്പോസ്ട്രോഫി ഒക്കെ കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് കിട്ടണമെങ്കിൽ അങ്ങ് കുറേ ലൈൻ കഴിയണം. ഇവിടെ നോക്ക്. പക്ഷെ നമ്മളിത് വായിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യമുണ്ട്. എവിടെയൊക്കെ കോമ കാണുന്നു അവിടെയൊക്കെ നമ്മൾ അങ്ങ് സ്റ്റോപ്പ്, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടെന്ന് വിചാരിക്കാം. സെമി കോളൻ ഉണ്ടെങ്കിൽ നമ്മളും അതിനോടൊപ്പം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് റീഡ് ചെയ്യുമ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ്. അല്ലാതെ നോക്കുന്നത് വാസ്റ്റ് ആണ്, നമുക്ക് മനസ്സിലാകാവുന്ന ഹൂവർ അല്ലേ, എപ്പോഴും കാണുന്ന ഒരു ടേം ആണ് നമ്മുടെ IPCയിൽ ഹൂവർ എന്ന്. ഹൂവർ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം സാർ സംസാരിച്ചു. The IPC deals about the crimes between one person to another person or between human beings. മനുഷ്യന്മാർ തമ്മിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ. ഇപ്പോൾ whoever, any person എന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ ആരാ, ഒരു മനുഷ്യൻ എന്നാണ്. അപ്പൊ ഇവിടെ വേർ ഒന്ന് റീഡ് ചെയ്തോളൂ. സെക്ഷൻ 304B, as we have discussed, the IPC prescribes 2 portions. The first half explains the ingredients of a crime, and the second one prescribes the punishment. And in the case the dowry death, section 304B has 2 portions or 2 clauses. The first one, the first half says about what are the ingredients which constitute the dowry death, and the second half explain or prescribes the punishment. Okay, nammal read ചെയ്തോളൂ. Where the death of a woman is caused by the deaths,
ഡൗറി. മറ്റൊരു ഈസി ആയിട്ടുള്ള നമ്മൾ ഇതിനോടൊക്കെ സ്നേഹം തോന്നാനുള്ള ഒരു ടിപ്പ്, നമ്മളിപ്പോൾ യൂട്യൂബ് ഒക്കെ എടുക്കുമ്പം സ്റ്റഡി ടിപ്സ് അല്ലേ, ഹൗ ടു സ്റ്റഡി സ്പീഡ്ലി ഒക്കെ പറഞ്ഞ് നമുക്ക് ഭയങ്കര സന്തോഷം, നമ്മൾ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും. പക്ഷെ ഇതൊന്നും ഒന്നും ഇല്ലാത്ത കാര്യം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ലോ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു സന്തോഷം തരുന്ന ഒരു കാര്യം, ആ ടൈറ്റിലിൽ തന്നെ 1-2 ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. എക്സാമിന് എഴുതുമ്പോൾ 2 ലൈൻ എഴുതാൻ നമുക്കായി, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ഓക്കെ ഉടനെ ഫീഡ് ചെയ്യും. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ. നമ്മൾ മലയാളത്തിൽ പറയാണ്ട് സുശീല എന്ന് പറയുമ്പോൾ നല്ല ശീലമുള്ളവർ അല്ലെ, സുഗുണൻ നല്ല ഗുണമുള്ളവൻ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ ലോയിൽ പറയുന്ന കാര്യം. എന്താണോ അത് എഴുതുന്നത് അത് തന്നെയാണ് അത് മീൻ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് മീനിങ് ഒന്നുമില്ല. ലെജിസ്ലേഷന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വർക്ക് പ്ലേസ് ഹറാസ്മെന്റ് പ്രിവെന്റ് ചെയ്യുന്നത്, ദ പ്രിവെൻഷൻ ഓഫ് ദ സെക്ഷൽ ഹറാസ്മെന്റ് അറ്റ് വർക്ക് പ്ലേസ്, അതിൽ തന്നെയുണ്ട് എന്താണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലെജിസ്ലേഷൻ. ഡൗറി ഡെത്ത്സ് എടുത്തോളൂ, 2 വേർഡ്സ്, ഡൗറി ആൻഡ് ഡെത്ത്സ്. ബട്ട് ഡെത്ത്സ് കോസ് by or there is a in connection between the dowry demand and death. പ്രസ്യൂം ചെയ്തോളൂ, ബൈ ഹാർട്ട് അങ്ങ് എഴുതിക്കോളൂ. ഇനി വേറെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൂടെ ഉണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. The death of a woman is caused by any burns, bodily injury, second one, or occurs otherwise than under normal circumstances. Or occurs otherwise than. ഇങ്ങനെ ഈ അതർവൈസ് ദാൻ അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസ് എന്നൊക്കെ പറയുന്നത് ഇത് ജുഡീഷ്യറിക്ക് ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള, ഇടപെടാനുള്ള ഒരു സ്പേസ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ കറക്റ്റ് ബേൺസ്, ബോഡിലി ഇഞ്ചുറി എന്നൊക്കെ പറയുമ്പോൾ സ്പെസിഫിക് ആണ്, എന്താണ് അവിടെ വന്ന ആക്ട് വിത്ത് ഈവിൾ ഇന്റൻഷൻ എന്ന് ക്ലിയർ ആവുന്നു. പക്ഷെ ആ സെക്കൻഡ്, ഒരു തേർഡ് ഒരു സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതർവൈസ് ദാൻ അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസ്, ദാറ്റ് മീൻസ് ഇൻ അൺനാച്ചുറൽ സിറ്റുവേഷൻസ് എന്നുള്ളതാണ്. അത് എന്തുവാകാം. ഇപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 12 വട്ട് ഈസ് സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റ് എന്നുള്ള ഡെഫിനിഷൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ ആണെന്ന് തോന്നിക്കുന്നു അല്ലെ. ദ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, government of states, the parliament, state legislatures of legislature of each state, and other authorities, local or other authorities. ഈ പറയുന്ന other authorities എന്ന് കണ്ടാൽ അവിടെ ഓർത്തോളൂ, ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ വരാൻ പറ്റുന്നുണ്ടോ അതെല്ലാം ഇതിൽ ഉൾപ്പെടും എന്ന് ലെജിസ്ലേച്ചേഴ്സ് പറഞ്ഞു വെക്കുകയാണ്. ആരോട്? ജുഡീഷ്യറിയോട്. അതുപോലെയാണ് ഈ സിറ്റുവേഷൻ അതർവൈസ് ദാൻ അണ്ടർ നോർമൽ സർക്കംസ്റ്റൻസസ്. ദെൻ വിത്തിൻ, ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോകാം. വിത്തിൻ 7 years ഓഫ് ഹെയർ മാരേജ്, soon before her death she was subjected to harassment by her husband or any relative of her husband, and that is in connection with any demand for dowry. Such death is called a dowry death, and such husband or relatives deemed to have caused her death. Beautiful ആയിട്ട് കുറച്ച് സിറ്റുവേഷൻസ്, ലാസ്റ്റ് ഫുൾ സ്റ്റോപ്പ്. അപ്പൊ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, the second clause prescribes the punishment. Then in the case of section 304B, the second portion prescribes the punishment. Whoever commits dowry death, ഒരു ഫോം, ഒരെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാത്തിനും കോമൺ ആണ് പോകുന്നത്. ആ ഒരു ഡ്യൂറേഷൻ മാത്രം വ്യത്യാസം വരികയുള്ളൂ. For a term which shall not be less than, but which may extend to imprisonment for life. നോക്കൂ, ഒരു ചെറിയൊരു ഡിഫറൻസ് ഇതിൽ പറയുന്നുണ്ട്. സാധാരണ നോർമൽ കേസിലാണെങ്കിൽ പറയും ദാറ്റ് ഇംപ്രിസൺമെന്റ് which may extend to dash years, which may extend to 10 years, for 10 years, or life imprisonment എന്നൊക്കെ പറയും. or which may extend to 3 years. That means the legislation
ഡസ് നോട്ട് ഫിക്സ് എനി മിനിമം പണിഷ്മെന്റ്. മിനിമം ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെ നോക്കൂ, ഇപ്പോൾ ലേറ്റസ്റ്റ് ലെജിസ്ലേഷൻ നമ്മൾ ഇതിനെല്ലാം വെൽഫെയർ ലെജിസ്ലേഷൻസ് എന്ന കാറ്റഗറി പെടുത്തി നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. The minimum, this second provision, second clause prescribes a minimum punishment shall not be less than 7 years, but which may extend to imprisonment for life. That means the minimum punishment 7 years, maximum life imprisonment. കണ്ടോ, ഇവിടെ ജുഡീഷ്യറിക്ക് നോർമൽ കേസിൽ imprisonment may extend to imprisonment for life എന്നാണെങ്കിൽ ജുഡീഷ്യറിക്ക് എന്ത് വേണേലും കൊടുക്കാം അല്ലേ? മിനിമം പറഞ്ഞിട്ടില്ല. 3 years. ഒരു കള്ളന് മാക്സിമം തെഫ്റ്റിന് എത്രയാണ്? മാക്സിമം 3 years. 3 മാസവും കള്ളന് ജയിലിൽ ഇടാം. മിനിമം പറഞ്ഞിട്ടില്ല. 1 മാസം ഇടാം അല്ലേ? 1 വർഷം ഇടാം. അപ്പൊ മാക്സിമം അതിനപ്പുറത്തേക്ക് പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ നോക്ക്, ജുഡീഷ്യറിക്കും അത്ര ഒരു ഡിസ്ക്രിഷണറി പവർ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതിന്റെ ഇന്റൻഷൻ 304(b)യുടെ ഓബ്ജക്റ്റീവ് ലെജിസ്ലേച്ചേഴ്സ് ആ സമയത്ത് അത്രയായിരുന്നു. അതായത് ധാരാളം സ്ത്രീധന പീഡനം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വന്നു 61-ല്. പക്ഷെ ഒരു കുറവൊന്നുമില്ല. ഡിമാൻഡ് കൊടുക്കുന്നതിനും വാങ്ങുന്നതിനും മരിക്കുന്നതിനും ഹരാസ്മെന്റിനും ക്രൂവൽറ്റി ഒരു രക്ഷയില്ല. 83-ൽ ഇതിങ്ങനെ ധാരാളം കൂടി. ഇപ്പം 1983-ല് 498A എന്നുള്ള പ്രൊവിഷൻ അവിടെ ആഡ് ചെയ്തു. നമ്മൾ പഠിച്ചു 498A, ദ ക്രൂവൽറ്റി, ഡൊമസ്റ്റിക് വയലൻസ് അങ്ങനെ പറയുന്നതാണ് നമുക്ക് ഇപ്പൊ എളുപ്പം. ഒരു കുടുംബകലഹം ഉണ്ടാവുമ്പോൾ ഓടിച്ചെന്ന് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കുമ്പോൾ പോലീസ് ആദ്യം ഇടും അല്ലെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഒക്കെ അവിടെ ഇരിക്കട്ടെ. 498A വക്കീലന്മാർക്ക് നമുക്കത് കൃത്യമായിട്ട് അറിയാം. കുറച്ചുകൂടെ മരിച്ചു പോയി കഴിഞ്ഞാലാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ 83-ൽ ഇത് ആഡ് ചെയ്തിട്ടും ക്രൂവൽറ്റി മാക്സിമം 3 years ആണ് പണിഷ്മെന്റ്. ഇത് ആഡ് ചെയ്ത് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടും വലിയ കുറവൊന്നുമില്ല. അപ്പോ എന്ത് ചെയ്തു? 86-ല് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് അമെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ IPC-യിലെ ജനറൽ ലോയിലും അങ്ങ് ഫിക്സ് ചെയ്ത് വെച്ചു. 304(b) മിനിമം പണിഷ്മെന്റ് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചു. ജുഡീഷ്യറി വിചാരിച്ചാലും ഇത് കുറയ്ക്കാനും പാടില്ല. മിനിമം ഇവരൊക്കെ 7 വർഷം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ചെയ്തു വെച്ചത്. ഇനി നമുക്ക് ഇത് സംബന്ധിച്ച് ഇതൊരു ഫാക്ട്, ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് കൊണ്ടുവന്നേ. ഡൗറി ഡെത്ത്, ഒരു ലേഡി മരിക്കണം, മാരീഡ് ലേഡി മരിച്ചു പോകുന്നു. ആ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ നോർമൽ നമ്മൾ പത്രത്തിൽ ചിലപ്പോൾ സൂയിസൈഡ് ആയിരിക്കും അല്ലെ, പോയിസൺ എടുത്ത് കഴിച്ചു, അല്ലെങ്കിൽ തൂങ്ങി മരിച്ചു, അല്ലെങ്കിൽ തീ കൊളുത്തി മരിച്ചു. നമ്മൾ അങ്ങനെ പല രീതിയിൽ കേൾക്കാം. അപ്പൊ പോലീസ് FIR ഇടുന്ന സമയത്ത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 498A നമ്മൾ കണ്ടു, ഇനിയും നമ്മളത് കാണും. നമ്മൾ മരിച്ചു പോയെങ്കിൽ 304(b) ഇടുവോ നോക്കാം നമുക്ക്. പക്ഷെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ട്വിൻസ് എന്ന് പറയുന്നത് പോലെ നിൽക്കുന്ന, അല്ലെ സയാമീസ് എന്ന് വേണമെങ്കിൽ പറയാം സൂയിസൈഡ് ആണെങ്കിൽ. 306, 306 അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, ഇതങ്ങ് ചേർന്ന് പോകും. എപ്പോഴും ഡൗറി ഡെത്തിലേക്ക് എത്തിയാലും എത്തിയില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഒരു ബ്യൂട്ടിഫുൾ. അപ്പൊ നമുക്കറിയാവുന്ന നമ്മുടെ ലൈഫിലെ ഒരു സിറ്റുവേഷൻ അങ്ങ് എടുക്കുക, ഒരു പത്രവാർത്ത അങ്ങ് എടുത്ത് നമ്മൾ ഒരാൾ മരണം സംഭവിച്ചു, ഏതാണ് ഒഫൻസ്, എന്താണ് പണിഷ്മെന്റ്, ഇതിന്റെ കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പ്രൊവിഷൻസ് ഏതൊക്കെയാണ് എന്നും കൂടെ ഓർത്ത് വെച്ചാൽ, കോമൺ സെൻസ് മതി, ഓർത്ത് വെച്ചാൽ നമുക്ക് അതൊന്ന് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ മറന്നു പോകത്തില്ല. അത് നിങ്ങൾ ഇന്ന് പ്രൊഫഷണൽ വക്കീലായില്ലെങ്കിൽ ടീച്ചിങ്ങിന് പോയാലും മറ്റു പ്രൊഫഷനിൽ പോയാലും ഇതൊക്കെ എന്ത് നമ്മുടെ ലൈഫിലോട്ട് അങ്ങ് ചേർത്ത് വെച്ചാൽ മതി. കാരണം ഇതെല്ലാം ന്യൂസാണ് അല്ലേ, എല്ലാം ഒരു പത്രത്തിൽ വരുന്ന സകല കാര്യങ്ങളും ന്യൂസാണ്. ക്രൈം ആണെങ്കിലും അല്ലെങ്കിലും ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു അല്ലെ, പുതിയ മിനിസ്ട്രി വന്നു, അത് നമ്മുടെ ലോ ആണ് അല്ലെ. ഈ ന്യൂസ് എന്ന് പറയുന്നതെല്ലാം അവര് ഓത്തെടുത്തു, അത് ന്യൂസ്, അത് ലോ ആണ്. അവരിതാ കൗൺസിൽ ഓഫ് മിനിസ്റ്റർ, മന്ത്രിസഭ കൂടി ക്യാബിനറ്റ്, അത് ലോ ആണ്. അതിനുശേഷം നമ്മൾ കണ്ടു ഗവർണേഴ്സ് അഡ്രസ്, അത് ലോ ആണ് അല്ലെ. ഗവർണർ അത് ലോ ആണ്. സ്പീക്കർ, ചീഫ്, എന്താണ് ഇതിലെല്ലാം ലോ ആണ്. ഒരു പത്രത്തിൽ വരുന്ന സകല കാര്യങ്ങൾ. ഒരുവൻ നടന്നുപോയി, അവൻ വെള്ളം അടിച്ചവൻ ഒരാളെ അടിച്ചു, ആണ് ഡ്രങ്കഡ്നെസ്, അടിച്ചു കൊന്നു, അവൻ മരിച്ചുപോയി. ഇതാ നമ്മുടെ എക്സെപ്ഷനിൽ വന്നു, നമ്മൾ രാവിലെ ഇറങ്ങി ഹെൽമെറ്റ് വെച്ചില്ല, എന്താണ് അത് ലോ ആണ് അല്ലെ. ഇതൊക്കെ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന വഴി സ്റ്റോപ്പ്, ട്രാഫിക് സിഗ്നലിൽ നമ്മൾ നിൽക്കുന്നു, ഇതൊക്കെ പക്ഷെ പലതും നമ്മൾ ലോ ആണെന്ന് അറിയാതെയാണ് നമ്മളൊരു സിറ്റിസൺ, നമ്മളെ ഇന്ത്യയിലെ
അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തുന്നതുകൊണ്ട് നമ്മൾ അറിയാതെ ചില നിയമങ്ങൾ പഠിക്കും അല്ലെ. പിന്നെ അറിഞ്ഞ് പഠിക്കുന്നതും അറിയാതെ പഠിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, അത് മറ്റൊരു ടോപ്പിക്കാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്ന് പിന്നെ നോക്കാം. ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു 304B എത്തുന്നത് അത് തൊട്ട് മുമ്പുള്ള ചില സിറ്റുവേഷൻസ്. ഒരു ഫാമിലി, നമ്മുടെ വീടാണെന്ന് വിചാരിച്ചു, നമ്മുടെ വീട്ടിൽ വഴക്കൂടുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അത് കുറച്ച് കൂടുതലാണെങ്കിലാണ് 304B എത്തുന്നത്. അപ്പോ 1983 ഇൻസേർട്ട് ചെയ്ത പ്രൊവിഷൻ ആണ് സെക്ഷൻ 498A. The capital letter A. Please see the capital letter A that corresponds to that represents a amending provision, amendment കൂട്ടിച്ചേർത്തതാണ് in the year 1983. ഓക്കെ, അപ്പോ നോക്കൂ, ക്രൂവൽറ്റി നമ്മൾ സാധാരണ പറയാൻ എളുപ്പം നമ്മൾ പറയും ക്രൂവൽറ്റി, ഡൊമസ്റ്റിക് വയലൻസ്, the husband or relative of husband of a woman subjecting her to cruelty. അതിലും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്, ക്ലോസ് എ ആൻഡ് ക്ലോസ് ബി. ക്ലോസ് എ says that cruelty includes both mental and physical. മറ്റൊന്ന് പറയുന്നു any willful contact which is of such a nature as is likely a woman to commit suicide, to drive a woman to commit. രക്ഷയില്ല, അങ്ങനെ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അവളെ എത്തിച്ചാൽ that amount to cruelty as per section 498A of the IPC. Then the second one, the related to the dowry demands, then the harassment or the cruelty, coercing her, any person related her to means any unlawful demand of dowry, unlawful dowry for any property or valuable security, etc. etc. കണ്ടോ, നീ കൊണ്ടുവന്ന സ്ത്രീധനെ കൊണ്ടുവന്നില്ല, നീ കൊണ്ടുപോവാ, ഇനി കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ഹരാസ് ചെയ്താലും, മെന്റൽ, നമുക്ക് ഈ മെന്റൽ ഈ ഒരു സാധനമൊക്കെ അതൊക്കെ പുതിയൊരു സാധനങ്ങളാണ്. ഫിസിക്കൽ, നമ്മളിന്ന് അടി കിട്ടി, എനിക്കൊരു പെയിൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി ഉണ്ടായി എന്നൊക്കെ പറയുന്ന സാധനങ്ങളാണ് പ്രത്യക്ഷത്തിൽ ഒരു ക്രൈം ആയിട്ട് മനസ്സിലാക്കിയിരുന്നത്. ഇത് നോക്കൂ, ലേഡി, എനിക്ക് എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ്, എൻ്റെ റിലേറ്റീവ്സ് എന്നെ മെന്റലി എനിക്കൊരു സ്വൈര്യം തരുന്നില്ല, നമ്മൾ ഭാഷയെ പറഞ്ഞാൽ നമുക്ക് പരാതി കൊടുക്കാം, പോലീസ് എടുത്തേ പറ്റൂ 498A. കണ്ടോ, ദാറ്റ് willful contact by the husband or relative of husband, that include section 498A includes both, not only the physical harassment but the mental harassment, mental agony also includes under section 498A of the IPC. ഒരു ചേഞ്ച് നോക്കാം. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു സെക്ഷൻ 304B, the dowry, the demand for unlawful demand for dowry എന്ന് പറയുന്ന അതേ പ്രൊവിഷനിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, the dowry means as the same meaning as defined under the section 2 of the Dowry Prohibition Act. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ, കല്യാണ സമയത്ത് കൊടുക്കുന്നതോ അല്ലെങ്കിൽ എഗ്രി ചെയ്യുന്നതോ അല്ലെങ്കിൽ പിന്നെ കൊടുക്കാന്ന് പറയുന്നതോ ഒക്കെ ചേർന്നാലാണ് ഡൗറി എന്ന് പറയുന്നത്. ബട്ട് ദാറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ ഡവർ ഓർ മഹർ. അല്ലെ, മുസ്ലിം പേഴ്സണൽ ലോയിൽ പറയുന്ന ഡവറോ മഹറോ ഒഴികെ ബാക്കി എന്തും ഡൗറി എന്ന് mean ചെയ്യാം as per section 2 of the Dowry Prohibition Act. It will apply in the case of section 304B and section 498A of the IPC. Next, നമ്മൾ നേരത്തെ പറഞ്ഞ the provision എത്തി section 306 IPC, abetment of suicide. ഇത് വളരെ ഇങ്ങനെയൊന്ന് കണ്ണടച്ചിരുന്നു വിചാരിച്ചാൽ മതി. സെക്ഷൻ 304B ഡൗറി ഡെത്ത് ആണ്. തൊട്ട് മുമ്പ് എന്താണ്, നമ്മളിന്ന് ഉപദ്രവിക്കുന്നു, ക്രൂവൽറ്റി. ക്രൂവൽറ്റി കുറച്ച് കൂടിയാൽ എന്താവുന്നു, കൊന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. അബെറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. ഇതെല്ലാത്തിനും ഈ മാരിറ്റൽ ലൈഫിൽ മാത്രമല്ല, എല്ലാത്തിനും സെക്ഷൻ 305 പറയുന്നത്, 305 പറയുന്നത് ബിലോ 18 years, 18 വയസ്സിൽ താഴെയുള്ള ഒരാളെ നമ്മൾ അബെറ്റ് ചെയ്താൽ അത് 305 വരും. നമ്മുടെ ഇപ്പം ആവശ്യം
എബോവ് 18 years ഒരു അഡൽട്ട് പേഴ്സണെ, നമ്മുടെ മാരീഡ് ലേഡിയെ, നമ്മൾ ആ കോണ്ടെക്സ്റ്റിലാണ് ഇത് സംസാരിക്കുന്നത്. അബറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്. ഇഫ് എനി പേഴ്സൺ കമ്മിറ്റ് സൂയിസൈഡ്, then whoever abates the commission of such suicide. ആ ടേമിൽ തന്നെ അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് തന്നെ എന്താണെന്ന് മനസ്സിലാകും. ഒരാളെ സൂയിസൈഡ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. മറ്റൊരു പ്രൊവിഷൻ എപ്പോഴും ഓർക്കുക, അബേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സെക്ഷൻ 107 to 120 ഓഫ് ദ IPC അല്ലെ. അബേറ്റ്മെന്റ് നല്ലൊരു പോർഷൻ ആണ്. ഹു ഈസ് ആൻ അബേറ്റർ, ബൈ ഇൻസ്റ്റിഗേറ്റിംഗ്, ബൈ എയ്ഡിങ് എന്നൊക്കെ പറഞ്ഞ് 2-3 കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് അബേറ്റ്മെന്റിന്റെ ഒരു സിറ്റുവേഷൻ എടുത്ത് അതിനെ ഒരു സെപ്പറേറ്റ് ക്രൈമായിട്ട്, അതിന്റെ സീരിയസ്നെസ് കണ്ട് സെപ്പറേറ്റ് ക്രൈമായിട്ട് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷൻ ആണ് സെക്ഷൻ 306, 306. പണിഷ്മെന്റ് നോക്കൂ, മേ എക്സ്റ്റെൻഡ് ടു 10 years. ഒരു കാര്യമായിട്ടൊന്ന് നിന്നാല്, മിടുക്കനായിട്ട് വക്കീലൊന്ന് നിന്നാല് മാക്സിമം എത്രയാണ്, 10 വർഷം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം അല്ലേ? അല്ലെ നമ്മുടെ കക്ഷി ഇറക്കണമെങ്കിലും അങ്ങനെ അല്ലെ. മാക്സിമം 10 years. The abatement of suicide, whoever abates, that person shall be punished with imprisonment of either description for a term which may extend to 10 years and shall also be liable to fine. നമ്മൾ ഇത്രയും കാര്യങ്ങളോട് കൂടി നമ്മൾ IPC ആണ് നോക്കിയത്. ഇനി ഒന്നും കൂടെ നോക്കാം. എവിഡൻസ് ആക്ട്, നമ്മുടെ ക്രിമിനൽ ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞു. IPC, CRPC, then Indian Evidence Act. ഇവിടെ ഇതിനകത്ത് എന്തൊക്കെയോ പറയുന്നു. സെക്ഷൻ 130 അല്ലേ? ഒരു വക്കീല് ആകുമ്പോ പക്ഷെ നമ്മളിത് ഇതിന്റെ കൂടെ അങ്ങ് പഠിക്കണ്ടെങ്കിലും, പക്ഷെ 2 സെമിസ്റ്റർ കഴിയുമ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ബൈ ഹാർട്ട് പഠിക്കാനുള്ള ഒരു ആക്ട് ആണ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതില്ലാതെ നമുക്ക് കോടതി പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളത് ക്രോസ് എക്സാമിനേഷനും പിന്നെ മറ്റൊരു കാര്യം ഓർമ്മ വന്നപ്പോൾ നിങ്ങളോട് പറയാനാണ് കേട്ടോ. നമ്മൾ LLB കഴിഞ്ഞു, വക്കീലാകണമെന്നോ അല്ലെങ്കിൽ മറ്റു പ്രൊഫഷനിൽ പോകണമെന്നോ എന്തൊക്കെ ആഗ്രഹത്തിലായിരിക്കും നമ്മൾ LLB എടുക്കുന്നത്. പക്ഷെ നിങ്ങളോട് വക്കീലാവണമെന്ന് നിർബന്ധം ഇല്ലെങ്കിലും എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ LLB എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടും പോയിക്കോ, ഹയർ സ്റ്റഡീസ് പോയിക്കോ, LLM എടുത്തോ, ടീച്ചർ ആയിക്കോ, ലീഗൽ ടെസ്റ്റ് എഴുതി പോയിക്കോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. പക്ഷേ നിങ്ങളൊരു മിനിമം ഒരു 6 months, 1 year എന്ന് ഞാൻ പറയില്ല, ഒരു കോർട്ട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ? കോടതി അവിടെ എങ്ങനെയാണ്, ജുഡീഷ്യൽ ഓഫീസർ എങ്ങനെയാണ്, വക്കീലന്മാരെ എങ്ങനെ, ഈ കോട്ട നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ ഈ കോട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതല്ലേ. അപ്പൊ അത് പിന്നൂറാശ്രമിലൊക്കെ എടുത്തിടണ്ടേ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിക്കോ, കോടതി പോയി, നമുക്ക് ടാലന്റ് ഇല്ല, അല്ലെങ്കിൽ എനിക്ക് അവിടുന്ന് പൈസ ഒന്നും കിട്ടുന്നില്ല, എനിക്ക് ശരിയാവൂല, എനിക്ക് ടെൻഷനാണ്, ഞാൻ ഷൈ ആണ് എന്നൊക്കെ നിങ്ങൾ തോന്നുകയാണ്, നിങ്ങൾ ഇട്ടിട്ട് പോന്നോ. പക്ഷേ നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം നമ്മളൊരു LLB നാട്ടുകാരുടെ മുമ്പിൽ നമ്മൾ വക്കീലല്ലേ. മാത്രമല്ല അതിനെല്ലാം ഉപരിയായിട്ട് നമുക്ക് എന്താണ് ആ ഒരു സ്ട്രക്ചർ, നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാകണം. കാരണം നമ്മളൊരു നോബിൾ പ്രൊഫഷൻ എന്നൊക്കെ നമ്മൾ വെറുതെ തമാശയ്ക്ക് പറയല്ല, നമ്മളൊരു പ്രിവിലേജ് കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് മാത്രമല്ലേ അല്ലേ വഴിയിൽ നടക്കുന്ന ഒരു ഹൈസ്കൂൾ, ഒരു സ്കൂൾ പ്രിൻസിപ്പൾ ആയിക്കോട്ടെ, നമ്മുടെ മുമ്പിലുള്ള ഇതുപോലെ സ്കൂൾ പ്രിൻസിപ്പളിന് കോടതിയിൽ വന്ന് നിന്ന് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കോട്ടൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് നിൽക്കുന്നത് നമുക്ക് മാത്രം കയറാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഡിഗ്രി വേണ്ട. നമ്മൾ +2 കഴിഞ്ഞിട്ട് 5 വർഷം പഠിച്ച LLB ഡിഗ്രി മാത്രം നമുക്കുള്ളൂ എന്ന് വിചാരിക്കുക. ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള LLB അല്ല. നമ്മളൊരു 22 വയസ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കയറാൻ പറ്റുന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പോയി ജസ്റ്റ് ഒന്ന് കാണണം, സീനിയേഴ്സിന് ആർഗ്യൂ ചെയ്യുന്നതൊക്കെ കേൾക്കുക, എന്നിട്ട് പോരെ. ഞാൻ നിൽക്കണം എന്നൊന്നും ആരോടും പറയുന്നില്ല. നോക്കുക, സെക്ഷൻ 113B ഓഫ് ദി ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതും ചേർത്ത് വെച്ചത് B, ക്യാപിറ്റൽ ലെറ്റർ B. എപ്പോഴും വിചാരിച്ചു ദ ക്യാപിറ്റൽ ലെറ്റർ സേസ് ദ അമെൻമെന്റ് ക്ലോസ്. അമെൻമെന്റ് ആണ് അത്. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞത് സെക്ഷൻ 304B യോട് കൂടി ആഡ് ചെയ്തതാണ്. ഇൻ ദ ഇയർ 1986 ബൈ ദ ഡൗറി പ്രൊഹിബിഷൻ അമെൻമെന്റ് ആക്ട് 1986. ഓക്കെ, അപ്പോ സമാന്തരമായി 304B ആഡ് ചെയ്ത സമയത്ത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും സെക്ഷൻ 113B എന്ന് പറയുന്ന ഒരു ക്ലോസ് ആഡ് ചെയ്തു. ഓക്കെ, ദ പ്രിസംപ്ഷൻ ആസ് ടു ഡൗറി ഡെത്ത്സ്. പ്രിസംപ്ഷൻ ലെജിസ്ലേച്ചർ അങ്ങ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്.
കോടതിക്ക് തോന്നുമോ തോന്നില്ലയോ എന്നുള്ള കാര്യം ലെജിസ്ലേച്ചർ ആദ്യമേ അങ്ങ് പറഞ്ഞു. കോടതിക്ക് തോന്നിയിരിക്കണം. When the question is whether a person has committed the dowry death of a woman and soon before her death, that woman, that lady had been subjected to cruelty or harassment, and that harassment in connection with a demand for dowry, the court shall presume that such death caused by that termed as dowry death. Presume, the court shall presume. കോടതി അങ്ങനെ തന്നെ വിചാരിച്ചിരിക്കണം. As per section 113B of the Indian Evidence Act. കുറെ എക്സെപ്ഷൻ ഒക്കെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ വേറെയാണ്. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം അങ്ങ് പഠിച്ചു വെക്കുക. അപ്പൊ നമ്മുടെ മനസ്സിൽ ഒത്തിരി സംശയം ഉണ്ടാവും. കോടതിക്ക് അങ്ങനെ ഒരു വിചാരിക്കാൻ പറ്റുമോ? എവിഡൻസ് വേണ്ട? 7 വർഷം കഴിഞ്ഞാൽ പറ്റുമോ? അപ്പൊ നമുക്ക് 2-3 കേസ് ലോസും കൂടെ നോക്കി വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ക്ലിയർ ആവും. നമുക്ക് നോക്കാം. നെക്സ്റ്റ്, നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു സ്റ്റുഡൻസിന് നമ്മുടെ ആൻസർ ഷീറ്റിൽ വേണ്ട ഒരു വക്കീല് കൃത്യമായിട്ട് നോക്കുന്ന ചില സിറ്റുവേഷൻസ് അല്ലെ. ഓർ സാധാരണ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓർ ഏതെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി. പക്ഷെ ഇവിടെ ഇതെല്ലാം വേണം. ഫസ്റ്റ് സെന്റൻസ്, ഫസ്റ്റ് വേർഡ് മുതൽ ലാസ്റ്റ് വരെ കണക്ട് ചെയ്ത് നമ്മുടെ ഒരു ചെയിൻ, നമ്മുടെ ഒരു മാല പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അതിന് മാല എന്ന് പറയില്ല അല്ലെ. മാല ഇങ്ങനെ ചേർന്നിരിക്കുന്നതായിരിക്കണം, മാലയായിരിക്കണം, എന്നാലാണ് നമ്മൾ അതിനെ ചെയിൻ, മാല എന്ന് പറയുള്ളൂ. അതുപോലെ ആദ്യം മുതൽ അവസാനം വരെ ചേർന്നിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡൗറി ഡെത്ത് എന്ന് പറയും. ഓക്കെ, നോക്കിക്കോ. ദ ഡെത്ത് ഓഫ് എ വിമൺ, മാരീഡ് വിമൺ. ബൈ ഹാർട്ട് വെറുതെ അങ്ങ് പഠിച്ചാൽ മതി. ക്ലാസ്സിൽ നമ്മളിങ്ങനെ പിള്ളേരെ കൊണ്ട് ബൈ ഹാർട്ട് പഠിപ്പിക്കുന്നതാണ്. അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അവർ പഠിക്കും. അതിങ്ങനെ താഴെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ആൻസർ ഷീറ്റിൽ കാണാൻ നല്ല രസമാണ്, പഠിക്കാൻ എളുപ്പമാണ്. നമ്മുടെ ഏറ്റവും വലിയ ലിമിറ്റേഷൻ നമുക്ക് ഇംഗ്ലീഷ് അറിയൂല എന്നൊക്കെ നമ്മൾ ചിലർ പറയാറുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ ഒന്നും ഇല്ലാതെ എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് അല്ലെ. ഗ്രാമർ ഒന്നും വേണ്ട, നിങ്ങൾ പോയിന്റ് എഴുതിയാൽ നമുക്കെല്ലാം അറിയാം, മനസ്സിലാവുന്നു. ഇതൊക്കെ ഒരു തോന്നലല്ലേ? ആൻസർ നോക്കുമ്പോൾ തോന്നലാണ്. അപ്പൊ തോന്നൽ ഉണ്ടാക്കുക, ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താഴെ എഴുതുക. ദ ഡെത്ത് ഓഫ് എ വിമൺ എങ്ങനെയാണ്? ബൈ വേ ഓഫ് കോസ് ബൈ 1 ബേൺസ്, സെക്കൻഡ് 1 bodily injury, or that death is not caused under normal circumstances, otherwise than under normal situations. Note that death is not caused under normal situations. Not in a normal situations means unnatural situations. അപ്പൊ നമ്മൾ ഒറ്റവാക്കിൽ പറയും. ഫസ്റ്റിന് നമ്മൾ വേണേ ഒറ്റവാക്കിൽ പറയാം, അൺനാച്ചുറൽ ഡെത്ത്. നിങ്ങൾ എന്നെ വക്കീലാകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. പോലീസ് ഭാഷയിലും വക്കീലിന്റെ ഭാഷയിലും ഒക്കെ അൺനാച്ചുറൽ ഡെത്ത്, അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പത്രഭാഷയാണെങ്കിൽ അങ്ങനെ. നോക്കൂ, ഇപ്പോഴാണ് that death should have occurred within 7 years of her marriage. എഴുതി വെച്ചോളൂ, നമ്പർ 7. 7 വർഷത്തിനുള്ളിൽ ആയിരിക്കണം. കല്യാണം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ നടന്ന മരണം. എങ്ങനെ? അസ്വാഭാവിക മരണം. നെക്സ്റ്റ്, and soon before her death she was subjected to cruelty or harassment by her husband or his relatives or husband. Soon before her death, തൊട്ട് മുമ്പ്, മരണത്തിന് തൊട്ട് മുമ്പ് എന്ന് നമ്മൾ പഠിക്കുക. IPC മാത്രം, ലെജിസ്ലേഷൻ മാത്രം പഠിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ പറഞ്ഞു, ലോ എന്ന് പറയുന്നത് the first one, the law made by the legislature, and the second one, the judge made law. But the judiciary interpret. എന്താണ് ജുഡീഷ്യറി പറഞ്ഞിരിക്കുന്നത്? രണ്ടും കൂടെ ചേർത്താണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഓരോ ടേം ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. കേസ് ലോസ് നോക്കാം, നെക്സ്റ്റിലേക്ക് വരാം. അപ്പൊ ദെൻ ക്രൂവൽറ്റി ആൻഡ് ഹറാസ്മെന്റ് തീർന്നില്ല. The cruelty or harassment should have been in connection with demand for dowry. That means there is a direct link between the cruelty and the dowry demand. Okay, the proximate, the direct connection between the dowry demand and the cruelty, the subject to the cruelty or the harassment. തിരിച്ചും കൂടെ പറഞ്ഞോളൂ. ഒരു ലേഡി മരിക്കുന്നു,
7 വർഷത്തിനുള്ളിലാണ്. മരണ സാഹചര്യം അസ്വാഭാവികമാണ്, ഡയറക്റ്റ് പറ്റുന്നില്ല. അതുപോലെ തന്നെ അവൾ ധാരാളം ക്രൂവൽറ്റി ഹറാസ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇവൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ആൻഡ് സൂൺ ബിഫോർ ഹെർ ഡെത്ത് ഷി വാസ് സബ്ജക്റ്റഡ് ടു ക്രൂവൽറ്റി ആൻഡ് ഹറാസ്മെന്റ് ആൻഡ് ദാറ്റ് ക്രൂവൽറ്റി ഷുഡ് ഹാവ് ഇൻ കണക്ഷൻ വിത്ത് ദ ഡിമാൻഡ് ഫോർ ഡൗറി. സ്ത്രീധനം ചോദിച്ച് ഹറാസ് ചെയ്ത് ക്രൂവൽറ്റിയായി മരിക്കുന്നു. അത് പല മുകളിൽ പറയുന്ന പലതരത്തിൽ ബേൺസ് ഓർ ബോഡിലി ഇഞ്ചുറി ആൻഡ് നോട്ട് that death not caused under normal situation circumstances. ഇത്രയും ആയി കഴിഞ്ഞാൽ the ingredients complete ആയി. Then please listen, let's revise again. Section 304B explains what are the ingredients which constitute the dowry death. Okay, simple അല്ലേ? ഇങ്ങനെ ഒന്ന് ജസ്റ്റ് താഴെ എഴുതി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമ്മുടെ ബ്രെയിൻ ഓക്കെ ആവും. പിന്നെ നിങ്ങൾ വക്കീലായി കഴിയുമ്പോൾ ഇതെന്നും പറയല്ലേ, നമ്മൾ അറിയാതെ നിങ്ങളൊന്ന് പഠിക്കും. അപ്പൊ നമ്മൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് സിമ്പിൾ ആക്കി നമ്മളെ സിറ്റുവേഷൻ വിചാരിക്കുക. സിറ്റുവേഷൻ ആ ലേഡിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊക്കെ കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്നവരല്ലേ, അതങ്ങ് ഓർത്താൽ മതി. അല്ലെ പോട്ടെ, നമ്മുടെ വീട്ടിൽ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു ദിവസത്തെ പത്രവാർത്ത തന്നെ എടുക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇനി സെക്കൻഡ് നമ്മൾ ലെജിസ്ലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കുറച്ച് ആളുകളെ നമ്മൾ എസ് എഴുതുമ്പോൾ പണ്ട് മുതലേ നമുക്കുള്ളൊരു ശീലമാണ് അക്കോർഡിംഗ് ടു, അല്ലെ, അക്കോർഡിംഗ് ടു ഗാന്ധിജി എന്നൊക്കെ നമ്മൾ പറഞ്ഞ എന്തോ ഒരു എസ് ഒക്കെ നമ്മൾ ചെറുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്. അതെന്തിനാ? കാരണം നമുക്കറിയാം നമ്മൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരാള് വലിയ സംഭവത്തെ കൂടെ നമ്മൾ കൂട്ടുപിടിച്ചാല് നമ്മൾ നമുക്ക് അത് ശരിയാണ്, മറ്റൊരാള് തർക്കിക്കത്തില്ല, അല്ലെ? അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാം അറിയാമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് രണ്ടാമത് വേണ്ടതാണ് ജുഡീഷ്യറിയെ നമ്മൾ എടുത്തു. ജഡ്ജ്മെന്റ് ലോ ആണ്. അപ്പൊ ഈ രണ്ട് കേസ് ലോസ് നിങ്ങൾ വെറുതെ അല്ലെങ്കിൽ ഒന്നെങ്കിലും ഓർത്തു. ശാന്തി, അല്ലെ, ശാന്തി, ഏതെങ്കിലും ഒരു ശാന്തിനെ അങ്ങ് ഓർത്തു. ഈ രണ്ട് ലെജിസ്ലേഷനാണ്. ദ ജുഡീഷ്യറി clearly explain the ingredients of dowry death as per section 304B of the IPC. Beautifully explain the ingredients which constitute the dowry death. Here, Pawan Kumar versus State of Haryana in the year 1998. And then Shanti versus State of Haryana. അപ്പോൾ ഇത് നിങ്ങൾ 1998 3 SCC 309 ഇതൊക്കെ നമുക്കറിയാം, അല്ലേ? എങ്കിലും ജസ്റ്റ് ആരെങ്കിലും ഒരാൾ ഇപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിനൊക്കെ അറിയത്തില്ലെങ്കിൽ ഒരേ ഒരു കാര്യം ഈ എഴുതിയിരിക്കുന്നത് ആണ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഇനി മൂട്ട് കോഡ് ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം അറിയാം, അല്ലെ? കേസ് ലോസ് ഒക്കെ നമ്മൾ എടുത്തു, അല്ലെങ്കിൽ മൂട്ട് കോഡ് കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഈ പവൻ കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, ഈ കേസ് എവിടെയാണ് നമുക്ക് നോക്കിയാൽ കാണുന്നത്? ഇത്രയുള്ള കോടതി ഒരു കാര്യം ജഡ്ജ്മെന്റ് വന്നു, അത് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പബ്ലിക്കിന് കാണണ്ടേ? അപ്പൊ അത് പല സുപ്രീം കോടതി, SCC സുപ്രീം കോർട്ട് കേസസ്, അതൊരു ജേണലാണ്, അല്ലെ? നമുക്ക് AR ഓൾ ഇന്ത്യ റിപ്പോർട്ടർ, അല്ലെങ്കിൽ കേരള ലോ ജേണൽ, എന്ത് വേണമെങ്കിലും ഓരോ ജേണലില് അല്ലെ ഒരു പുസ്തകമാണെന്ന് വിചാരിച്ചു, ഒരു ജേണലില് ഇത് റിപ്പോർട്ട് ചെയ്തു വരും, അതാണ് കാണുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് റീഡ് ചെയ്തു. അപ്പോൾ SCC ഇത് എവിടെ കാണാം? സുപ്രീം, ഇത് രണ്ട് ഓൾ ഇന്ത്യ ARലും കാണാം. ഞാൻ ഒരു കേസിലോ ഒരു സൈറ്റേഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. സുപ്രീം കോർട്ട് കേസസ്, അതിന്റെ ഏത് വോളിയമാണ്? ഫസ്റ്റ് 3, ദ തേർഡ് വോളിയം എടുക്കുക. റിപ്പോർട്ടഡ് ഇൻ ദ ഇയർ 1998. 1998ലെ SCC തേർഡ് വോളിയം എടുക്കുക, തുറക്കുക, തുറന്ന് ഏത് 309 എന്ന് പറഞ്ഞാൽ പേജ് നമ്പർ ആണ്. ഈ പേജ് നമ്പറിൽ നോക്കിയാൽ നമ്മൾ ഷർട്ടും അല്ലെങ്കിൽ സാരി ഒക്കെ നമ്മളിങ്ങനെ ഷെൽഫിൽ അടുക്കി വെക്കും. തുറക്കുക, ഇങ്ങനെ നോക്കുക, മുകളിൽ അല്ലെങ്കിൽ താഴെ, അല്ലെ? കൃത്യമായിട്ട് നമ്മൾ അടുക്കി വെച്ചാലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റൂലേ? ലോയൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് അടുക്കി വെച്ചിരിക്കുക. ഇന്ന ബുക്ക് എടുക്കുക, തേർഡ് വോളിയം എടുക്കുക, SCC ആണ്, ഇയർ നോക്കുക, പേജ് നമ്പർ. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മുടെ മുൻപിലുള്ള എല്ലാ മെറ്റീരിയലും. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, ദ ശാന്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞ ധാരാളം കേസസ് ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. The first one. First, let's take the first ingredient, the death under unnatural circumstances. Unnatural death. The first case law, the Akula Ravindra versus State of Andhra Pradesh. Akula Ravindra എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉണ്ടാക്കിയൊരു പ്രൊനൗൺസിയേഷൻ ആണ്. എങ്ങനെ ആയിരിക്കും എന്ന്
എന്ന് വിചാരിച്ച് നല്ല സ്പെല്ലിംഗ് ഒക്കെ ഇതൊക്കെ തന്നെ നമ്മൾ അങ്ങ് പഠിക്കുക. ഇതിനകത്ത് കോടതി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇത് അൺനാച്ചുറൽ സിറ്റുവേഷൻ ഓർ അൺനാച്ചുറൽ ഡെത്ത്സ് എന്നൊക്കെ എപ്പോഴൊക്കെ പറയാമെന്നുള്ളതാണ്. ഈ കേസിൽ സംഭവിച്ച ആക്കുള രവീന്ദ്ര വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഡൗറി ഡെത്ത് ആണെങ്കിൽ ഡിമാൻഡ് ഫോർ ഡൗറി എന്ന് പറയുന്നത്. ഈ സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ദ മാരേജ് there is a demand that out of the dowry of rupees 10,000 10,000 രൂപ വേണമെന്ന് പറഞ്ഞു. ബട്ട് ഹെയർ പേരൻസ് പെയ്ഡ് ഓൺലി 8,000. 8,000 രൂപയെ കൊടുത്തുള്ളൂ ഈ കേസിൽ. അപ്പോൾ ബാലൻസ് എത്രയുണ്ട്? 2,000 രൂപ കിട്ടാനുണ്ട്. പക്ഷെ ഇതിനുശേഷം ഈ ക്യാഷിന് വേണ്ടി ഈ ലേഡീനെ എപ്പോഴും ഹരാസ് ചെയ്യാണ്. അപ്പോൾ ഒരു ദിവസം ഈ ലേഡി നമ്മുടെ ഡിസീസ്ഡ് നമ്മുടെ ലേഡി മരിച്ചുപോയി, നമ്മുടെ മാരീഡ് വിമൺ മരിച്ചു. ആൻഡ് ആ ഡെഡ് ബോഡി നോക്കിയപ്പോൾ ഷോട്ട് സം എക്സ്റ്റേണൽ ഇഞ്ചുറീസ്, കുറച്ച് എന്തോ ഒരു നോർമൽ ഡെത്ത് അല്ല എന്ന് തോന്നുന്നതൊക്കെ കണ്ടു. അപ്പൊ ഇതെടുത്തു. അപ്പൊ നോർമൽ ഡെത്ത് അല്ല. അപ്പൊ ഇതെല്ലാം സിറ്റുവേഷനിൽ ഇതെല്ലാം ചേർത്ത് വെച്ച സമയത്ത് ഡൗറി ഡെത്ത് ആണ് എന്ന് പ്രോസിക്യൂഷൻ അങ്ങ് പറയാവുന്ന സിറ്റുവേഷൻ ഉണ്ടായി. ട്രയൽ കോർട്ട് പോയി, ഹൈക്കോർട്ട് പോയി, അവസാനം സുപ്രീം കോടതി എത്തിക്കഴിഞ്ഞപ്പം സുപ്രീം കോടതി പറഞ്ഞു ഓക്കെ ഡെത്താണ്. അവിടെ വിത്തിൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മൾ എക്സാമിൻ ചെയ്യും എല്ലാ ഇൻഗ്രീഡിയൻസും. വിത്തിൻ 7 years ഓഫ് ഹെയർ മാരേജ് ഒക്കെ ശരിയാണ്. ഡൗറി ഡിമാൻഡ് ഓക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സാധനം കിടക്കുന്നു. ദ ഡെത്ത് കോസ് അണ്ടർ ബൈ ബോൺസ് ബൈ ബോഡിലി ഇഞ്ചുറി or that death not caused under natural situation, natural circumstances. ഇതൊരു വലിയൊരു പോയിന്റ് ആണ്. അപ്പൊ കോടതി പറഞ്ഞു ഇവിടെ ഈ സംഭവിച്ചത്, കോടതി ഇതൊരു യങ് ലേഡിയാണ്. അപ്പൊ കോടതി പറഞ്ഞു that the natural death must be established beyond a reasonable doubt. ഇതിന്റെ അകത്ത് the mere fact that the disease was a young and the death was not an accident is not sufficient to establish that death must be otherwise and under normal situation. കണ്ടോ, ചെറിയൊരു കൊച്ചു പെണ്ണാണ് മരിച്ചത് എന്നുള്ളത് കൊണ്ടും അതൊരു ആക്സിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടും ഡൗറി ഡെത്ത് എന്നൊന്നും പറയരുത്. അത് that must be established beyond a reasonable doubt. എല്ലാ രീതി സംശയത്തിന് അതീതമായ രീതിയിൽ അത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഡെത്തിന് അൺനാച്ചുറൽ ഡെത്ത് എന്ന് പറയുള്ളൂ. ഉണ്ടോ? ഇതൊക്കെയാണ് കോടതിയുടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ചപ്പോൾ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. പക്ഷെ കോടതിയിൽ വക്കീലന്മാരുടെ ബുദ്ധിമുട്ട് കണ്ടോ? അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞു വെച്ചത്. നെക്സ്റ്റ് സെയിം കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ ശാന്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. ഇതും ഇതിന്റെ അകത്ത് വളരെ ഒരു കാര്യം എന്ന് പറയുന്നത് മദർ ലോസ്. നമ്മൾ പറയില്ലേ അമ്മായിമ്മയും മരുമോളും അല്ലെ നാത്തുമാരും ഒക്കെ വീട്ടിലുണ്ടെങ്കിലുള്ള സ്വാഭാവികമായുള്ള വിഷയങ്ങൾ അവിടെ ഉണ്ടായി. ഇവർക്ക് 2 ഡിമാൻഡായിരുന്നു ഈ മദറിനിലേക്ക് ഉണ്ടായിരുന്നത്. എന്താണ്? ഒന്ന്, ദാറ്റ് ലേഡി നോട്ട് ബ്രിങ്ങിങ് TV ആൻഡ് സ്കൂട്ടർ. ഈ 2 കാര്യം കല്യാണം ഡൗറി ആയിട്ട് കൊണ്ടുവന്നില്ല. പിന്നെ നിങ്ങൾ ഡിമാൻഡ് ചെയ്തു, ഹരാസ് ചെയ്തുകൊണ്ടേയിരുന്നു. ടെലിവിഷൻ കിട്ടിയില്ല, സ്കൂട്ടർ കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ നമ്മുടെ ലേഡിനെ സംബന്ധിച്ച് മരണപ്പെട്ടു. അപ്പോ ഇടയ്ക്ക് അതിനകത്ത് സ്വാഭാവികമായിട്ടും വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പറയുകയും ആർഗ്യുമെന്റും ഒരുമിച്ചാക്കലും ഒക്കെ നിന്നിരുന്നു. പക്ഷെ ഇതിനകത്ത് കോടതി ഒരു കാര്യം പറയുന്നു, പ്രിസംപ്ഷൻ, കോടതിക്ക് തോന്നാം എന്താണ്, ദ ആക്ഷൻസ് ഓഫ് ദ ഹസ്ബൻഡ് ഓർ ഹിസ് റിലേറ്റീവ്സ് അറ്റ് ദ ടൈം ഓഫ് ദ ഡെത്ത് ഓഫ് ദ വൈഫ് ഈസ് ഡൗട്ട്ഫുൾ. ദ കോടതി ദ ബിഹേവിയർ ഓഫ് ദ റിലേറ്റീവ്സ് ഓർ ഹസ്ബൻഡ് അതൊരു പ്രിസംപ്ഷനിലേക്ക് എത്തി. ഇവിടെ സംഭവിച്ചത് മരണപ്പെട്ടതിന് ശേഷം സമ്മതിച്ചില്ല ഈ ബോഡി ഒന്ന് കാണാനോ. മാത്രമല്ല ഇവരൊക്കെ വരുന്നതിന് മുമ്പ് ക്രമേഷനും കൂടി അങ്ങ് നടത്തി കഴിഞ്ഞു. കൃത്യമായിട്ട് നമ്മുടെ ജഡ്ജ്മെന്റ് പറയുന്ന കുറച്ച് ആശ്വാസമൊക്കെ കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് ധൃതി പിടിച്ച് ബോഡി അങ്ങ് അടക്കം ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള ആ സിറ്റുവേഷൻ, ആ ഒരു ബിഹേവിയറിൽ തന്നെ കോടതി ഒരു പ്രിസംപ്ഷനിലെത്തി, കോടതി ഒരു കൺക്ലൂഷനിലെത്തി, ദാറ്റ് ഡെത്ത് ഷാൽ ബി കൺസിഡേർഡ് ആസ് ഡൗറി ഡെത്ത്. കണ്ടോ? നേരത്തെ കണ്ട കേസിൽ എന്തൊക്കെ ആർഗ്യൂ ചെയ്തിട്ടും കോടതി വിട്ടുകളഞ്ഞു. പക്ഷെ ഇവിടെ ചെറിയൊരു സിറ്റുവേഷൻ അങ്ങ് എടുത്തിട്ട്
കോടതി പറഞ്ഞു അവരുടെ പെരുമാറ്റം തന്നെ മതി ആ സമയത്തെ, അതൊരു ഡൗറി ഡെത്ത് എന്ന് വിളിക്കാം. ശാന്തി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന. അങ്ങ് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോ ഈ കേസിലോ, എളുപ്പമുണ്ട് പഠിക്കാൻ. ദെൻ അശോക് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇത് എപ്പോഴും കേൾക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. വേറൊരു അശോക് കുമാർ ഇനി വരും കേട്ടോ, ഹരിയാന വരും. അപ്പൊ അതുകൊണ്ട് രാജസ്ഥാനിലെ അശോക് കുമാറിന് എന്താണെന്ന് എപ്പോഴും സ്റ്റൗ പൊട്ടിത്തെറിച്ച് മരിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ. ഇത് അതുപോലെ തന്നെയാണ്. ഇതില് സിസ്റ്റർ ഇൻ ലോ പറഞ്ഞു, നാത്തു പറഞ്ഞു ഇവൾക്ക് ഈ തീ പിടിച്ചത് ചായ ഉണ്ടാക്കുന്നതിനിടയിൽ തീ പടർന്നതാണെന്ന്. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞു the smell, the body, the dead body, that shall the smell of kerosene was there in the dead body, and the burned hair was smelling kerosene. മണ്ണെണ്ണയുടെ സ്മെൽ ഉണ്ടായിരുന്നു. അപ്പൊ കോടതി തീർത്ത് പറഞ്ഞു that amount to the unnatural circumstances of the death. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് കൃത്യമായിട്ട് അറിയാം. മെഡിക്കൽ എക്സാമിനേഷനെ കുറിച്ച് ഒരു അഡ്വക്കേറ്റിന്റെ മെഡിക്കൽ എക്സാമിനേഷനിൽ കെയർഫുൾ ആകേണ്ട കാര്യങ്ങളെ കുറിച്ച് സാർ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പൊ ഇതാണ് മെഡിക്കൽ റിപ്പോർട്ട്. എത്രത്തോളം മെഡിക്കൽ എക്സാമിനേഷൻ, മെഡിക്കൽ ക്രോസ് എക്സാമിനേഷൻ ഒക്കെ ഒരു കേസ് ലൂസിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു എൻഡിലേക്ക് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ചെയ്യിക്കുന്നതെന്നുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു കേസ്. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ മറ്റൊരു ഇൻഗ്രീഡിയന്റ്, ദ ഡൗറി ഡിമാൻഡ് ആൻഡ് ദ ക്രൂവൽറ്റി. ദ ബെൻസി ലാൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന 2011 ഇത് ലേറ്റസ്റ്റ് കേസ് ലോ എന്ന് പറയുന്നില്ല, ലേറ്റസ്റ്റ് എന്ന് പറയുന്നില്ലെങ്കിലും 2011 ഒക്കെ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു റീസെന്റ് എന്നൊക്കെ തന്നെ പറയാം, പുതിയ കേസ് ലോ ഒക്കെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇതിന്റെ അകത്തും സംഭവിച്ചത് ഒരു സ്കൂട്ടറിന്റെ കാര്യമാണ് കേട്ടോ. സ്കൂട്ടർ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവര് വഴക്കുകൂടും, ഹസ്ബൻഡും വൈഫും വഴക്കുകൂടും, തിരിച്ചു വീട്ടിൽ പോയി നിൽക്കും ഇടയ്ക്ക്. അങ്ങനെ പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മൾ പഞ്ചായത്താക്കുക എന്ന് പറയുന്നില്ലേ, ആ ടേം തന്നെയാണ് നമ്മൾ ഈ ജഡ്ജ്മെന്റിൽ യൂസ് ചെയ്ത് പഞ്ചായത്താക്കി വീട്ടിൽ കൊണ്ടുവരും. ഇതൊക്കെ ഒരു സ്ഥിരമാണ് വീട്ടിൽ. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഈ ലേഡി അങ്ങ് മരിച്ചു. സൂയിസൈഡ് ആണ്, സൂയിസൈഡൽ നോട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ കാണിക്കുകയും പോലീസ് അത് എടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ കോടതിയിലെത്തിയ സമയത്ത് ഈ സൂയിസൈഡൽ നോട്ട് എന്ന് പറയുന്ന സാധനം കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനൊരു പ്രൂഫ് ഉണ്ടാക്കുക, എവിഡൻസ് ക്ലിയർ ആയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കോടതി അത് 304B തന്നെയാക്കി സൂയിസൈഡ് എന്നുള്ള മാറ്റി. ഫസ്റ്റ് അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ് ഒക്കെയാണ് ഇട്ടത്, 306 ഒക്കെ ഇട്ടുള്ളൂ, 498A ഒക്കെ. നോക്കൂ, ഇതിൻ്റെ അകത്ത് in this case the court says about if there is any proximate connection between the demand for dowry and the act of cruelty or harassment that leads to death, then that death can be termed as the dowry death under section 304B of the IPC. In the case, the Bensy Lal versus State of Haryana. Okay, that means in this case the court emphasized the direct connection between the dowry demand and the deaths of that married women. Next, Mudin Sir Kasim Sir versus State of Karnataka 2013. ഇത് നമുക്കൊക്കെ നമ്മൾ നോർമൽ ഒരു റീഡ് ചെയ്താൽ നമ്മൾ തോന്നുന്നത് ശരിയായില്ല, ജഡ്ജ്മെന്റ് തീരെ ശരിയായില്ല, ഇങ്ങനെയൊക്കെയാണോ വക്കീലും ജുഡീഷ്യറിയിലൊക്കെ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ സാധാരണ ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ പറയില്ല, നിയമം ഇങ്ങനെ കീറി മുറിച്ച് പഠിക്കണം, പറയണം എന്നൊക്കെ പറയുന്നതിന്റെ അതിന്റെ ഒരു ബെസ്റ്റ് റിസൾട്ട് ആണ് ഇവിടെ കാണാൻ പറ്റിയത്. ഇതിനകത്ത് ഹറാസ്മെന്റ് ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ്? ഫോർ ദ റീപേയ്മെന്റ് ഓഫ് എ ലോൺ. കണ്ടോ, ഭാര്യ വന്നു, ലോൺ അടച്ചു തീർക്കണം, കുറച്ച് ക്യാഷ് വേണം, ഹറാസ്മെന്റ് നടന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഇതിന് ലേഡി മരിച്ചു, സൂയിസൈഡ് ചെയ്തു. പക്ഷേ കോടതി പറഞ്ഞു, the Supreme Court held that the offense is not dowry death because that harassment relating to the money for only the repayment of a loan that not connected to the dowry demand. കണ്ടോ, അപ്പൊ അതുകൊണ്ട് ഇതെന്തുമായി മാറി? സൂയിസൈഡ് സെക്ഷൻ 304B വന്നില്ല, 498A മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെയൊക്കെ ഉള്ളൂ, തീരുവാണേ, പെട്ടെന്ന് തീർക്കാം. നെക്സ്റ്റ് ആണ് സൂൺ ബിഫോർ ഹെർ ഡെത്ത്, മരണത്തിന് തൊട്ട് മുമ്പ്. അവിടെ അത് ഇത്രയും മാത്രം ഇരിക്കുക, ദ പ്രോക്സിമേറ്റ്, ദ ഡയറക്റ്റ് കണക്ഷൻ ഓർ ദ ലൈവ് ലിങ്ക് ബിറ്റ്വീൻ ദി ഹറാസ്മെന്റ് ആൻഡ് ദി
or the dowry demand and the consequential, the result of the deaths എന്ന് പറയും. ഒന്ന് രണ്ട് കേസിലോ നേരത്തെ നമ്മൾ പറഞ്ഞ അശോക് കുമാർ അല്ല, ഇത് ഹരിയാനയിലെ അശോക് കുമാർ ആണ്. ഇതിൻ്റെ അകത്ത് എന്നും ക്രൂവൽറ്റി ആണ്. അപ്പൊ വീട്ടിൽ വന്ന് അല്ലേ അച്ഛൻ്റെ അടുത്ത് വീട്ടിൽ ചെന്ന് കംപ്ലൈന്റ് പരാതിയൊക്കെ പറഞ്ഞു. ഇങ്ങനെ പോയി പറഞ്ഞതിന്റെ ഒരു 20-22 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ലേഡി മരിച്ചു. അപ്പൊ കോടതി കറക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു that victim was subjected to cruelty in connection with the demand for dowry soon before her death. ഇപ്പോ ഒന്ന് അടിച്ചു ഓടിപ്പോയി തൂങ്ങി മരിച്ച എന്നാണ് നമ്മുടെ സാധാരണ മനുഷ്യന്റെ ധാരണയെങ്കിൽ അങ്ങനെയല്ല. അത് കണ്ടോ, 20-22 ദിവസം മുമ്പ് പറഞ്ഞ ഒരു മൊഴി വിശ്വാസത്തിലെടുത്ത്, ആ ഒരു ബിഹേവിയർ വിശ്വാസത്തിലെടുത്ത് ദ സൂൺ ബിഫോർ ഹെർ ഡെത്ത് എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് ഇതിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് കോടതി പറഞ്ഞു. ഇനി ഒരു കേസ് ലോയും കൂടെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി കോടതി പല കേസ് ലോസിലും പറഞ്ഞതാണ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് രജീന്ദർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, ദ സുപ്രീം കോർട്ട് held that the suit before the death, the suit before is not synonymous with immediately before. നേരത്തെ നമ്മൾ പറഞ്ഞു ഓടിപ്പോയി കിണറി ചാടണമെന്നില്ല, ഓടിപ്പോയി മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തണമെന്നില്ല. ഒരു സാവകാശമാണെങ്കിലും അതിന് തുല്യം ഈക്വൽ ആയിട്ട് നിങ്ങളൊരു ലെറ്റർ നിങ്ങൾ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യല്ലേ എന്ന് കോടതി പറഞ്ഞ ഒരു കേസ് ലോയാണ്. The last case law in the case of Mustafa Shahzal Sheikh versus State of Maharashtra. ഇതിൻ്റെ അകത്ത് കോടതി ഇത് തന്നെ പറഞ്ഞു. The soon before death means no definite period. It is determined by the court. The judiciary has the discretionary power to determine the the term or the concept the soon before her death എന്ന് കോടതി പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു, ഞാനൊന്ന് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു. നമ്മളിപ്പം വേറെ ഒന്നും പറഞ്ഞില്ല, പഠിച്ചില്ല. സെക്ഷൻ 304B മാത്രമാണ് നോക്കിയത്, പ്ലസ് 498A. നെക്സ്റ്റ് 306 ഓഫ് ദ IPC, ദ അബേറ്റ്മെന്റ് ഓഫ് സൂയിസൈഡ്, ദ ക്രൂവൽറ്റി, ആൻഡ് 304B of the IPC, the plus the provision under Indian Evidence Act 113B, plus recent case laws or the important case laws. ഇത്രയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി സാർ നമ്മൾ സമയമായതുകൊണ്ടാണ് കൂടുതലിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല. ടീച്ചർ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്ന കുഴപ്പമില്ല. ടീച്ചറിനോട് ഈ സബ്ജക്റ്റിന് അകത്ത് നിന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് നമുക്ക് ചോദിക്കാനുണ്ടെങ്കിൽ സ്റ്റുഡന്റ് പാർട്ടിസിപ്പൻസ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻ. മാഡം, സൂൺ ബിഫോർ ഹെർ ഡെത്ത് എന്നുള്ളതിലെ അശോക് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന, അതൊന്നുകൂടി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തു തരാം. അപ്പോൾ ഇതില് മാഡം ഇതിൻ്റെ അകത്ത് പറയുന്നത് സൂൺ ബിഫോർ ഹെർ ഡെത്ത് എന്ന് പറയുന്നത് ആ ഒരു നമ്മൾ മനസ്സിലാകുന്ന ഒരു ഇംഗ്ലീഷ് മീനിങ്ങിലേക്ക് പോവണ്ട എന്നാ കോടതി പറഞ്ഞത്. ഓടിപ്പോയി അങ്ങ് മരിക്കണം എന്നില്ല. ദർ ഇസ് എ ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു സാധനം ഒരു 20-22 ദിവസത്തിനുള്ളിലാണ് മരണപ്പെട്ടതെങ്കിലും അതിനെ കോടതിക്ക് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാം. അതൊക്കെ കോടതിക്ക് അങ്ങ് ഡിസ്ക്രിഷണറി പവർ കൊടുത്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് ദേഷ്യം വന്നു, ഇപ്പൊ എന്നെ രണ്ട് അടി അടിച്ചു, എന്നെ ഹറാസ് ചെയ്തു, നീ എന്ത് സ്ത്രീധനം കൊണ്ടുവരാത്തതെന്ന് ചോദിച്ചു, ഞാൻ ഓടിപ്പോയി തൊട്ടടുത്തുള്ള കിണറി ചാടി എന്ന് വേണ്ട. സാധാരണ ലോ അറിയാത്തവർ സോ ബിഫോർ ഹെർ ഡെത്ത് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകണ്ട. അതിന് തൊട്ട് മുമ്പുള്ള ഒരു സിറ്റുവേഷനും കൂടെ ചേർത്ത് ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റൻസസ് ഓഫ് ഈച്ച് കേസ് ദ കോർട്ട്, അതാണ് മാഡം പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ മനസ്സിലാക്കി, എന്റെ സമയമായതുകൊണ്ടാണ് അവരൊന്നും ജയചന്ദ്രൻ സാറിനെയൊക്കെ എനിക്ക് കാണാം, അവരൊന്നും മിണ്ടാതിരിക്കില്ലേ. മൊയ്തീൻ സാറ് കാണാം, TP രാജേന്ദ്ര സാറ്. അപ്പം ഞാൻ ജയചന്ദ്ര സാറിനെ പറഞ്ഞത് എനിക്ക് ഏറ്റവും വളരെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം സാറിനെ കണ്ടത്. അപ്പൊ എനിക്ക് രാമൻകുട്ടി വക്കീൽ സാറ് എല്ലാവരും ഉണ്ട്. എങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന്, കാരണം പ്രൊഫഷണൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഭയങ്കര ഒരു വലുതാണ്.
നമ്മൾ ഈ പുസ്തകം പഠിച്ച് പറയുന്നതൊന്നുമല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പൊ ലോ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കോട്ട് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടെ നന്നാവും. അപ്പം നിങ്ങൾ അങ്ങനെ കൃത്യമായിട്ട് ഒരു 6 മാസമെങ്കിലും പോണം കേട്ടോ. പറയൂ നീതു. മാഡം, ഡൗറി ഡെത്ത് എന്ന് പറഞ്ഞാൽ വിത്തിൻ 7 ഇയേഴ്സിനുള്ളിൽ മരിക്കണമെന്നല്ല. അപ്പൊ 8 or 9 years ആയിട്ടുണ്ടെങ്കിൽ എന്താണ്, മാരേജ് കഴിഞ്ഞിട്ട് 8 or 9 ആണെങ്കിലോ? അപ്പൊ നമ്മള് ഇത് നമ്മൾ പറഞ്ഞ എന്താ, ഫസ്റ്റ് ദ ഡൗറി ഡെത്ത് ഏത് പോർഷൻ ആണ് വരുന്നത്? ദ ഒഫൻസസ് അഫക്റ്റിംഗ് ഹ്യൂമൻ ലൈഫ്. ഹ്യൂമൻ ലൈഫിൽ നമ്മുടെ 302 ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. മർഡറിനോടൊക്കെ ചേർന്ന് വന്ന, അതായത് ഒരു ഡെത്ത് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡൗറി ഡെത്ത് അല്ലെങ്കിൽ അത് എന്തിലേക്ക് മാറാം? ഒന്ന്, ഈ അൺനാച്ചുറൽ സിറ്റുവേഷൻ എങ്ങനെയാണ്, സൂയിസൈഡ് അല്ല എന്ന് തോന്നിയാൽ അത് ഡെത്തിലേക്ക് കൊണ്ടുപോയി, മർഡറിലേക്ക് കൊണ്ടുപോയി എത്തിക്കാം. അവിടെയൊക്കെയാണ് വക്കീലന്മാരുടെ മിടുക്ക്. ഒരാളെ എന്താ പറയാ, നമ്മൾ പറയില്ലേ, ഒരാളെ പൂട്ടുന്നതും ഒരാളെ റിലീസ് ചെയ്യിപ്പിച്ചെടുക്കുന്നതും ഒക്കെ വക്കീലന്മാരിനെ കൊണ്ടുപോകാം. അപ്പൊ സിറ്റുവേഷൻ എങ്ങനെയാണെങ്കിലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിനെ കൂട്ടുപിടിച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഈ 2 ടീമിൽ നിന്ന് വക്കീലന്മാർ പറയുമ്പോൾ അതിന് മർഡറിനെ വെറും ഒരു സൂയിസൈഡ് ആക്കി മാറ്റാം. ഇപ്പൊ നോക്കി, ഇതെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, പണിഷ്മെന്റിലാണ് ഇതെല്ലാം കിടക്കുന്ന കാര്യം. വെറൊരു അബേറ്റ്മെന്റ് സൂയിസൈഡിലേക്ക് ആവുമ്പോൾ മാക്സിമം 10 years എന്ന് പറയുമ്പോൾ 1 yearലും കൊടുക്കാം. The provision itself fixed, there is no minimum punishment. Okay madam, thank you. Ma'am, yes, കേൾക്കാം. presumption of marriage, അതായത് ലീവിംഗ് ടുഗദർ ആണെങ്കിൽ എങ്ങനെയാ അവരെടുക്കുക presumption of marriage? presumption of marriage ഓ? ഇപ്പൊ ലീവിംഗ് ടുഗദറിലാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നെന്നുണ്ടെങ്കിൽ, ലൈക് പ്രോപ്പർ മാരേജ് അല്ല, അവർ ലീവിംഗ് ടുഗദർ സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഡൗറി ഡെത്ത് എന്നുള്ളതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? നമ്മള് അപ്പൊ ഡൗറി ഡെത്ത്, അപ്പൊ ലിവിംഗ് ടുഗദറിൽ നമ്മൾ ഈ ഡൗറി എന്നുള്ള സാധനം ഉണ്ടോന്ന്, നമുക്ക് ഇതിൽ എന്തൊക്കെയാ നമ്മൾ വേണ്ടത്? ഇതെല്ലാം ചേർന്ന് വരുന്ന സാധനമല്ലേ. നമ്മൾ ആദ്യം പറയുന്ന ഒരു ഫസ്റ്റ് തുടങ്ങാണ് വിത്തിൻ 7. മാരേജ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ലിവിംഗ് ടുഗദറിനെ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ആക്കി എടുക്കാം. പക്ഷെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ചേർന്ന് വരണം. ഇപ്പൊ ലെജിറ്റിമസിക്ക്, പണ്ടൊക്കെ ലെജിറ്റിമസി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ മാത്രമായിരുന്നു. നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇപ്പോ നമ്മൾ പറയില്ലേ, ഈ എന്താ പറയുന്ന എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻ അല്ലെങ്കിൽ നമ്മൾ അവിഹിതം എന്നൊക്കെ പറയുന്നതിലുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും നമ്മൾ ലെജിറ്റിമേറ്റ് ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫാമിലി ലോയിൽ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തതാണല്ലോ. പക്ഷെ ഇതില് ഈ ഇപ്പൊ പ്രോപ്പർട്ടി റൈറ്റ്സ്, എല്ലാ റൈറ്റ്സും ഈ വൈഫ് ആയിട്ട് തന്നെ, ആ പേര് പറയുന്നില്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള എന്തെങ്കിലും എലമെന്റ് കയറി വന്നാൽ ഇതെല്ലാം ഇപ്പൊ പങ്കാളിയായിട്ട് തന്നെയാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് പാർട്ട്ണർ ആയിട്ട് തന്നെയാണ്, ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ പാർട്ട്ണർ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും സ്പെഷ്യൽ കേസ് ലോ ഒന്നും എനിക്കിപ്പോ ഓർമ്മയില്ല. അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടോ? ഒരു ലിവിംഗ് ടുഗദറിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നോ? ഡെത്ത് ഒക്കെ ആയിട്ട് ഒക്കെ കാണും. അതിനൊരു ഡൗറി ഡെത്ത്, ഒരു മർഡർ ഒക്കെ ആയിട്ട് നമ്മൾ ഒത്തിരി കാണുന്നുണ്ട്. പക്ഷെ അതിനൊരു ഡൗറി ഡെത്ത് എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള കേസ് ലോസ് ഉണ്ടോ എന്ന് എനിക്ക് ഈ സമയത്ത് അറിയില്ല. നമുക്ക് ഒന്ന് നോക്കിക്കോളാം, ഞാൻ നോക്കാം. അപ്പോ എനിക്ക് തോന്നുന്നു നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയെന്നാണോ അല്ലെങ്കിൽ മതിയെന്നാണോ? എങ്ങനെയാണെങ്കിലും എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി പേരുടെ ഫേസ് ഒക്കെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളെല്ലാവരെയും അങ്ങനെ ഓണാക്കാനൊന്നും പറ്റില്ലല്ലോ, എനിക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഓക്കെ, ഞാൻ സ്റ്റുഡൻസിനോട് ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ലൈഫ് ടു വേറെന്താ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ സർ. അപ്പോ ടീച്ചർ, നമ്മുടെ നാളത്തെ ക്ലാസ് നമ്മുടെ KT ശങ്കരൻ സാറ് ആണ് എടുക്കുന്നത്. ലോ ഓഫ് ലിമിറ്റേഷൻ പാർട്ട് 1 ലിമിറ്റേഷൻ സംബന്ധിക്കുന്ന ഭാഗമാണ് സാറ് നാളെ നമ്മുടെ മുമ്പ് ക്ലാസ് രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂ ലീഗൽ എഡ്യൂക്കേഷൻ ഭാഗമായി നമ്മുടെ പ്ലാറ്റ്ഫോമിൽ താല്പര്യപൂർവ്വം രജിസ്റ്റർ ചെയ്ത കുട്ടികളിൽ ഏതാണ്ട് 80ഓളം പേരിന്നിപ്പോ സ്റ്റുഡന്റ് പാർട്ടിസിപ്പൻസ്, 80 അതിൽ കൂടുതൽ വരും ഇതിനകത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവരെയും കൂടെ നമുക്ക് ഇതുപോലെയുള്ള സെപ്പറേറ്റ് സെഷനിൽ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്.
എന്തായാലും ഈ ക്ലാസ് അവരുടെ എക്സാം വ്യൂവില് അല്ലെങ്കിൽ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ടീച്ചർ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ കഴിഞ്ഞ ഒരു വർഷമായി നടക്കുന്ന ഓൺലൈൻ ക്ലാസ് പോലെ തന്നെ ഈ ക്ലാസ് എടുക്കേണ്ടായി. കുറച്ച് നമ്മുടെ ഈ പ്രസന്റേഷനും ഒക്കെ നടത്തി സെക്ഷനും ഒക്കെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്നിട്ടുള്ള അമെന്റ്മെന്റ് എല്ലാം ഒരു ഈവൻ പീനൽ കോഡിൽ മാത്രമല്ല അമെന്റ്മെന്റ് വന്നു, അതിനെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എവിഡൻസ് ആക്ട് കൊണ്ടുവന്ന അമെന്റ്മെന്റ് അടക്കമുള്ളത് ടീച്ചർ പറയുകയുണ്ടായി. എനിവേ ടീച്ചർ താങ്ക് നമ്മൾ ബാർ കൗൺസിലിന് വേണ്ടി എല്ലാ നന്ദിയും ടീച്ചറോട് അറിയിക്കുകയാണ്. ഓക്കെ, ഗുഡ് നൈറ്റ്. എല്ലാവർക്കും നമ്മുടെ ബാർ കൗൺസിൽ മെമ്പർമാരും എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നന്ദി. അതെ, നന്ദി. വളരെ ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. പാർട്ടിസിപ്പൻസിന് നന്ദി. താങ്ക് യു. താങ്ക് യു. അതിന്റെ ചെയ്യാം. ലീവ് ചെയ്യാലോ. താങ്ക്സ്. താങ്ക് യു.